പ്ലസ് ബി സോഫ്റ്റ്വെയറിനകത്ത് നമുക്ക് അക്കൗണ്ട്സ് വൈസ് ആയ റിപ്പോർട്ടുകൾ എങ്ങനെ എടുക്കാൻ നോക്കാം. ഉദാഹരണത്തിന് ട്രയൽ ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നീ റിപ്പോർട്ടുകൾ, ബാലൻസ് ഷീറ്റ് എന്നീ റിപ്പോർട്ടുകൾ എങ്ങനെ എടുക്കുന്നതെന്ന് കുറിച്ച് നോക്കാം. അതിനുവേണ്ടി അക്കൗണ്ട്സ് എന്ന് പറയുന്ന മെനു ക്ലിക്ക് ചെയ്യുക. അക്കൗണ്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ റിപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണിക്കുന്നതായിരിക്കും. റിപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 3 ഓപ്ഷൻസ് കാണാം. ഇത് സൺട്രി ഡെബിറ്റേഴ്സും സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഔട്ട്സ്റ്റാൻഡിംഗ് റിപ്പോർട്ടിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്ന അതേ വിൻഡോ ആണ്. അതിനെക്കുറിച്ച് വിശദമായിട്ട് പരിചയപ്പെടേണ്ട ആവശ്യമില്ല, ഓൾറെഡി നമ്മൾ പരിചയപ്പെട്ടതാണ്. പിന്നെ നമുക്ക് വരുന്ന ട്രയൽ ബാലൻസ് ആണ്. ട്രയൽ ബാലൻസ് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഓപ്ഷൻ കാണിക്കും. ഇതാണ് നമ്മൾ ട്രയൽ ബാലൻസിൽ ഓപ്ഷൻ വരുന്നത്. ഇവിടെ ക്ലോസിംഗ് ആണോ ഓപ്പണിംഗ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് മാറി സെലക്ട് ചെയ്യുന്ന ഓപ്പണിംഗ് ആണ്. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പണിംഗ് മാത്രം കാണിക്കുന്നതായിരിക്കും. അതെല്ലാം നിങ്ങൾ ക്ലോസിംഗ് ആണ് വേണ്ടതുണ്ടെങ്കിൽ ക്ലോസിംഗ് മാത്രം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണിക്കും. ഇതാണ് നമ്മുടെ ട്രയൽ ബാലൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നത്. ഞാൻ ട്രയൽ ബാലൻസ് നിങ്ങൾക്ക് എക്സൽ ആക്കണം അല്ലെങ്കിൽ പ്രിൻ്റ് ആക്കണം ഓപ്ഷൻസ് ഇവിടെ താഴെ കാണിക്കുന്നുണ്ട്. എക്സൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സൽ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അത് സേവ് ആസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ലൊക്കേഷനിലേക്കാണോ ആ ലൊക്കേഷനിലേക്ക് സേവ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സേവ് ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എല്ലാ റിപ്പോർട്ടും സേവ് ചെയ്യുന്ന പോലെ തന്നെ ഡിയിൽ പ്ലസ് ബിയിൽ ഫയൽസ് എന്ന് പറയുന്ന ഫോൾഡറിലേക്ക് ഓട്ടോമാറ്റിക് സേവ് ആകുന്നതായിരിക്കും. അത് എക്സൽ ഷീറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്തതിനു ശേഷം Ctrl+S അടിച്ചിട്ടോ അല്ലെങ്കിൽ ആ എക്സൽ ഷീറ്റ് നിർബന്ധമായിട്ട് സേവ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലാങ്ക് ആയിട്ടുള്ള എക്സൽ ഷീറ്റ് ആയിരിക്കും അവിടെ സേവ് ആവുക. പ്രിന്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പ്രിന്റിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കാണിക്കും. നിങ്ങൾക്ക് ഇവിടെ പ്രിന്റ് സെലക്ട് ചെയ്ത് പ്രിന്റ് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് എടുക്കുന്നത് ഇവിടെയാണ് നമ്മൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ അതായത് വർഷത്തെ ട്രാൻസാക്ഷൻ വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതിനുവേണ്ടി നമുക്ക് ട്രേഡിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ട്രേഡിംഗ് പ്രോഫിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നിലവിലുള്ള സ്റ്റോക്കിനെ നിങ്ങൾക്ക് ഗെറ്റ് ഇൻവെന്ററി ക്ലോസ് സ്റ്റോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിലവിലുള്ള സ്റ്റോക്ക് ഇവിടെ കാണിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ അടിച്ചിരിക്കുന്ന എക്സ്പെൻസ് ഓർ ഇൻകം ഇവിടെ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കും. ലാസ്റ്റ് നിങ്ങൾക്ക് ലോസ് ആണോ അല്ലെ പ്രോഫിറ്റ് ആണോ എന്ന് കാണിക്കുന്ന. കമ്പനി ലോസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലത്തെ ഭാഗത്തും നിങ്ങൾ പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടത്തെ ഭാഗത്തും ഇവിടെ മെൻഷൻ ചെയ്യും. പിന്നെ വരുന്ന ബാലൻസ് ഷീറ്റാണ്. ബാലൻസ് ഷീറ്റ് നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് ബാലൻസ് ഷീറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കാണിക്കുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ അതാ വർഷത്തിലെ മൊത്തത്തിലുള്ള ബാലൻസ് ഷീറ്റാണ് മെൻഷൻ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സലാക്കാം. എക്സൽ നമ്മൾ നേരത്തെ ട്രയൽ ബാലൻസിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എക്സൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സൽ ഷീറ്റ് ഓപ്പൺ ആവും. അത് നിർബന്ധമായിട്ടും നിങ്ങൾ സേവ് ചെയ്യണം, അല്ലെങ്കിൽ സേവ് ആസ് ചെയ്ത് അതായത് ലൊക്കേഷനിലേക്ക് നിർബന്ധമായിട്ടും കാണിച്ചു കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ഞാൻ ബേസിക് ആയിട്ടുള്ള ഒരു ട്രയൽ ബാലൻസ് ആൻഡ് ബാലൻസ് ഷീറ്റ്, ഒരു പ്രോഫിറ്റ് ലോസ് എങ്ങനെ എടുക്കാമെന്നതിനെ കുറിച്ചുള്ളൊരു രൂപമാണ്. നമ്മൾ സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് എങ്ങനെ എടുക്കാമെന്നുള്ള രൂപമാണ് നമ്മൾ എടുക്കേണ്ടത്. നിർബന്ധമായിട്ട് നിങ്ങൾ പ്രോഫിറ്റ് ലോസും ട്രയൽ ബാലൻസും ബാലൻസ് ഷീറ്റ് എടുക്കുന്ന സമയത്ത് നമുക്കൊരു 3 ഓർഡറിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് ഈ ഓർഡർ വൈസ് തന്നെ റിപ്പോർട്ട് എടുക്കേണ്ടതാണ്. അതായത് നിങ്ങൾ ട്രയൽ ബാലൻസ് ഓപ്പൺ ചെയ്ത് അതിലുള്ള അക്കൗണ്ട്സുകൾ ക്ലിയർ ആയതിനു ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പ്രോഫിറ്റ് ആൻഡ് ലോസ് എടുക്കാൻ പാടുള്ളൂ. പ്രോഫിറ്റ് ആൻഡ് ലോസ് എടുത്ത് നിങ്ങൾ പ്രോഫിറ്റ് വന്ന് നിങ്ങൾ എല്ലാ അക്കൗണ്ട്സുകളും വന്നെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ബാലൻസ് ഷീറ്റ് എടുക്കാൻ പാടുള്ളൂ. അങ്ങനെയാണ് നമ്മൾ സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് അതായത് ബാലൻസ് ഷീറ്റിനകത്തേക്കും പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ അകത്തേക്കും വരുന്ന അക്കൗണ്ടുകൾ നിങ്ങൾക്ക് പൂർണ്ണമായ രൂപത്തിൽ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇനി മറ്റു റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഷെഡ്യൂൾ വൈസ് ആക്കുക നമ്മൾ ഔട്ട്സ്റ്റാൻഡിംഗ് റിപ്പോർട്ടിൻ്റെ അകത്ത് കാണിച്ചതാണ്. 10 റിപ്പോർട്ടുകൾ നമ്മൾ വിശദമായിട്ട് കാണിക്കുന്നില്ല. പിന്നെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് വരുന്ന കോഡ്സ് ആൻഡ് ഹെഡ്സ് ആണ്. കോഡ്സ് ആൻഡ് ഹെഡ്സ് എന്ന് പറയുന്നത് നിങ്ങൾ കസ്റ്റമറേയും സപ്ലയറേയും മറ്റു അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സെപ്പറേറ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു വിൻഡോ മാത്രമാണ്. അത് നിങ്ങൾക്ക് എന്തെങ്കിലും അർജൻറ്റായിട്ട് നിങ്ങൾ അതായത് ലിസ്റ്റിലുള്ള കസ്റ്റമർ ഒരു സപ്ലയർ ലിസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം, അതായത് അവരുടെ ബാലൻസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണിക്കില്ല. അവരെ പേരുകൾ മാത്രം നിങ്ങൾക്ക് ഡീറ്റെയിലോട് കൂടി അവരെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഒരു എക്സൽ ഷീറ്റോ നിങ്ങൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കോഡ്സ് ആൻഡ് ഹെഡ്സ് എന്ന് പറയുന്നത്. ബാക്കി എല്ലാ റിപ്പോർട്ടും നമ്മൾ മുന്നേ പരിചയപ്പെടുത്തിക്കൊണ്ട് കൂടുതലായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നില്ല. ഇത്രയുമാണ് നമ്മൾ അക്കൗണ്ട് സംബന്ധമായ റിപ്പോർട്ടിൽ വരുന്നത്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം.